ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ ചെറുപ്പത്തിലെ എന്നെ കൊണ്ട് അമ്പലത്തിൽ പോയിരുന്നൊക്കെ അച്ഛൻ്റെ ഓർമ്മയിലുണ്ട്. അച്ഛൻ്റെ മറവി രോഗമൊന്നും അതിനെ ബാധിച്ചിട്ടില്ലല്ലോ. അതാലോചിച്ചപ്പോ പെട്ടെന്നെന്തോ. രാവിലെ ഒന്നും നോക്കാതെ ഞാൻ പോന്നെ. അച്ഛനും മക്കളും കൂടി എഴുന്നേറ്റിട്ടുണ്ടാവോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ എന്നൊന്നും അറിയില്ല. അതെന്താ വിഷ്ണുവേട്ടൻ വരാഞ്ഞത്? പിറന്നാളുകാരനല്ലേ ആദ്യം അമ്പലത്തിൽ വരേണ്ടത്. അത് ഞാൻ ഇന്നലെ പറഞ്ഞത്. അപ്പൊ ആൾക്ക് ഭയങ്കര മടി. ഞാൻ പ്രാർത്ഥിച്ചാ മതി, ഞാൻ പ്രാർത്ഥിച്ചാ പെട്ടെന്ന് ഫലം കിട്ടുമെന്നുള്ള പതിവ് സോപ്പിൻ പരിപാടി. എനിക്ക് അപ്പോഴേ തോന്നി പോവാൻ മടിയായിട്ടാണെന്ന്. അല്ല സത്യ, നീ എന്തേ കാണിക്കുന്നേ? മിണ്ടല്ലേ, അച്ഛൻ വരുന്നുണ്ട്. സത്യേ, 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 എടി സത്യേ. ശാലി അവളോട് വന്നാ? അവൾ ഈ വഴി വരണുണ്ടല്ലോ. സത്യേ, സത്യേ, അവൾ ഇങ്ങോട്ടാണല്ലോ ഓടി വന്നേ. അവൾ കുളിക്കാൻ വിളിച്ചിട്ട് വരുന്നില്ലെന്നേ. സത്യ വേഷം കണ്ട് എടുക്കല ഇങ്ങോട്ട് വന്നേ. സത്യ നല്ല മോളല്ലേ. എടി വന്ന് കുളിക്കടി, സമയമില്ലെന്ന്. ഇവളിത് കുളിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അവളുടെ മടിയാണ് അവൾക്ക്. എടി സത്യ, എടി വേഷം കണ്ട് എടുക്കലേ. എടി വന്ന് കുളിക്കടി, സമയമില്ലടി. അത് ശരി, അമ്പടി കള്ളി. കുളിക്കാൻ മടിയായിട്ടാണല്ലേ ഒളിച്ചിരിക്കുന്നേ? ഇവളോട് മര്യാദക്ക് കുളിക്കാൻ പറഞ്ഞേ. പപ്പിയോടെ എന്നിട്ട് കുളിക്കാൻ നിൽക്കാം. ഇവൾക്ക് മാത്രം എത്ര മടി. എനിക്ക് തോന്നി അച്ഛനും മക്കളും തമ്മിൽ ഇവിടെ യുദ്ധമായിരിക്കുന്നു. അതൊന്നും പറ്റില്ല, ഇപ്പൊ തന്നെ കുളിക്കണം. നല്ല മക്കളല്ലേ, അച്ഛന്റെ പിറന്നാളല്ലേ. അതിന് അച്ഛനല്ലേ കുളിക്കണേ, ഞാനല്ലല്ലോ. ഇന്നിവിടെ എല്ലാരും കുളിക്കണം. ഇന്ന് അച്ഛന്റെ പിറന്നാളാ. എനിക്ക് കുളിക്കണ്ട. സ്കൂളിൽ പോകുന്ന ദിവസം രണ്ടുപേരും ഒരു മടിയും കൂടാതെ കുളിക്കുന്നേ. ഇന്ന് അച്ഛന്റെ പിറന്നാളായിട്ട് കുളിക്കുന്നുമില്ല. പിറന്നാളായിട്ട് ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടോ ചേച്ചി? ആ, വിഷ്ണുട്ടന്റെ അച്ഛൻ ചിലപ്പോ വന്നേക്കും, അല്ലാതെ വേറെ ആരും വരുമൊന്നുമില്ല. അതെ, ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ. ആ പിന്നെ ഇന്ന് ഇങ്ങോട്ട് വന്നേക്കണം. ഇന്ന് എല്ലാവർക്കും സദ്യ എവിടെയാ. അമ്മയോട് അവിടെ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞേക്ക്. ശരി ചേച്ചി. ശാലിനി, ആ ചായ അവിടെ ടീപ്പോയുടെ മേലെ വെച്ചിട്ടുണ്ട്. ചൂടാറിയില്ലെങ്കിൽ എടുത്ത് കുടിച്ചേക്കണേ. പിന്നെ ചൂട് വേണമെങ്കിൽ ഒന്ന് ചൂടാക്കിയേക്ക്. ഞാൻ ഈ രണ്ടെണ്ണത്തിന് കുളിപ്പിച്ചിട്ട് ഇറങ്ങാം. അത് ശരി, ഇന്ന് പിറന്നാളുകാരൻ മൊത്തത്തിൽ കുടുംബിനിയായി മാറിയിരിക്കുകയാണല്ലോ. ചൂടാറിയാ? ചൂടുണ്ടോന്ന്? ആ, ഒരല്പം ചൂട് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് സ്നേഹത്തോടെ ഉണ്ടാക്കിയ ചായയല്ലേ, ഞാനിത് കുടിച്ചോളാം. അയ്യേ, അതെ, എനിക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ചതാ. ഇവരെ കുളിപ്പിച്ചു വരുമ്പോഴേക്കും അതങ്ങ് തണുത്തു. അതാ എടുത്ത് കുടിച്ചോളാൻ പറഞ്ഞേ. അല്ലാതെ പെണ്ണുമ്പിള്ളേക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുന്ന ടൈപ്പ് അല്ല ഞാൻ. എനിക്ക് വേണ്ടി എടുത്തു വെച്ചതാ, പക്ഷെ സമ്മതിച്ചില്ല. കൊള്ളാം.
അച്ഛനാണല്ലോ. ആ അച്ഛാ. ആ മോളെ, എന്തൊക്കെയായി അവിടുത്തെ ഒരുക്കങ്ങള്? പിറന്നാളുകാരെ എന്തിയേ? വിഷ്ണുവേട്ടൻ കുട്ടികളെ കുളിപ്പിക്കുകയാണ് അച്ഛാ. ഞാൻ അമ്പലത്തിൽ പോയതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ആളങ്ങെ ഏറ്റെടുത്തിരിക്കുക. കുട്ടികളെ കുളിപ്പിക്കുന്ന ആരെയാണ് ഏൽപ്പിക്കാവൂ? പാചകം അവൻ ഏൽപ്പിച്ചേക്കല്ലേ? വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് ആഗ്രഹിച്ചാ അങ്ങോട്ട് വരാൻ നോക്കുന്നതേ. അത് പാഴാക്കല്ലേ? ഹേയ്, അടുക്കളയിൽ ഞാൻ തന്നെ കേറൂ. ആ അച്ഛനും സത്യാമ്മയും വരില്ലേ? ഭാമയെ പ്രതീക്ഷിക്കണ്ട. ആ പിന്നെ എന്റെ കാര്യം, വിഭവസമൃദ്ധമായ സദ്യയാണെങ്കിൽ വരാൻ നോക്കാം. ഹാ എന്താ റെഡിയാക്കാൻ പറ്റുമോ? ഹാ പിന്നെന്താ, ഇനിയൊരു 2 തരം പായസം വേണമെങ്കിൽ അതും ഉണ്ടാക്കാം. ആ രണ്ടുപേരും ഇടുക്കി കുട്ടികളായിട്ട് ഡ്രസ് മാറിയിട്ടോ. ആ ദേ അച്ഛാ, വിഷ്ണുവേട്ടൻ വന്നു, ഞാൻ കൊടുക്കാം. ആ ആ ആ ആ ശ്ശേ, എന്താ ഇത്? നിന്റെ പിള്ളേരെ കുളിപ്പിച്ചതാ. ദേ അച്ഛനാ. ആ ഡാഡി പറയൂ. ആ മക്കളെ, അച്ഛാ, അച്ഛൻ വരില്ലേ? ഞാൻ വരാൻ നോക്കാടാ. ആദ്യമേ നിനക്കൊരു അടിപൊളി ബർത്ത്ഡേ വിഷസ് നേരട്ടെ. ചെറുപ്പത്തിലേ നിന്റെ ബർത്ത്ഡേക്ക് നിന്നെ അമ്പലത്തിൽ കൊണ്ടുപോകുന്ന ആ നല്ല ഓർമ്മകൾ ഓർത്തുകൊണ്ട് അച്ഛന്റെ സ്നേഹത്തോടെയുള്ള പിറന്നാൾ ആശംസകൾ. എന്റെ മോന് എല്ലാവിധ ആയുരാരോഗ്യ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. അച്ഛൻ എന്തായാലും വരണം, അനുഗ്രഹിക്കണം. അനുഗ്രഹം എപ്പോഴും നിനക്കുണ്ടാവും. നേരിട്ട് പറയാൻ എനിക്ക് വരണമെന്നൊക്കെയുണ്ട്. എന്റെ മരുമോളെ ക്ഷണിച്ചിട്ടുണ്ടല്ലോ. അവൾ തരുന്ന നല്ല ഭക്ഷണം കഴിക്കാനുള്ള നല്ലൊരു ചാൻസായത്. അത് ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല. എന്റെ മരുമോക്കെ നല്ല കൈപ്പുണ്യ. എടാ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ നിന്നെ വിളിച്ചോളാം. ആ എന്തു പറ്റി? കണ്ണു നിറഞ്ഞല്ലോ. അല്ല, പെട്ടെന്ന് ഈ ചെറുപ്പത്തിലേ എന്നെ കൊണ്ട് അമ്പലത്തിൽ പോയിരുന്നൊക്കെ അച്ഛന്റെ ഓർമ്മയിലുണ്ട്. അച്ഛന്റെ മറവി രോഗമൊന്നും അതിനെ ബാധിച്ചിട്ടില്ലല്ലോ. അതാലോചിച്ചപ്പോ പെട്ടെന്നെന്തോ. അതേ, ഇന്നുണ്ടല്ലോ ബർത്ത്ഡേക്കാരനെ സന്തോഷിക്കേണ്ട ദിവസം. സങ്കടപ്പെടാൻ പാടില്ല. ദേ ചിരിച്ചേ. ആ പിന്നെ ഇന്ന് നിനക്കെന്തോ വ്യാപാരമേള ഞാൻ അന്വേഷിച്ചു പറഞ്ഞിരുന്നു, എത്രയും പെട്ടെന്ന് കളക്ടർ ഓർമ്മിപ്പിക്കണമെന്ന്. അത് വൈകിട്ടല്ലേ, നമുക്കൊരു 4 മണിയാകുമ്പോ പോവാം. ആ അതുവരെ നമുക്കിവിടെ പിറന്നാൾ സമ്മാനായിട്ടൊരു ഉമ്മ. ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. അത് നേരത്തെ ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞല്ലേ, ഇത് എപ്പോഴും എന്തിനാ ഇങ്ങനെ പറയണേ? എപ്പോഴും പറഞ്ഞോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല.